പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ. കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തുന്ന ഞായർ. ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ വായിക്കുന്നവർക്ക് ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഓരോ സാമ്പിളുകളായി എഴുതപ്പെട്ടവയാണ് ഈ ആഴ്ചകളിലെ വചനഭാഗങ്ങൾ. ഓരോ ആഴ്ചയിലും വായിച്ചു കേട്ടതൊന്നും ശ്രദ്ധിച്ചു നോക്കിയാൽ കാനായിലെ അത്ഭുതം യേശു കർത്താവിന് പ്രപഞ്ച നിയമങ്ങൾക്കുമേൽ ശക്തിയും അധികാരവും ഉണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്താനും അവിടെ പരിശുദ്ധ ദൈവമാതാവ് സഭയുടെ പ്രതീകമായി വർത്തിക്കുന്നതും നാം കാണുന്നു. കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ ഞായറിലൂടെ ക്രിസ്തു പാപം മോചിക്കുവാൻ അധികാരമുള്ളവനാണെന്ന് അത്ഭുതം പറയരുതെന്ന താക്കീതിലൂടെ മനുഷ്യരുടെ ദൈവവിശ്വാസം രൂപപ്പെടാനുള്ള കാരണവും ക്രിസ്തു വ്യക്തമാക്കുന്നു. പുരോഹിതരെ വിമർശിച്ച കർത്താവ് പുരോഹിതന് തന്നെ കാണിച്ചു ബോധ്യപ്പെടുത്തുവാൻ പറയുന്നതിലൂടെ സഭയ്ക്ക് ലോകത്തിലൊരു വലിയ ദൈവീക ദൗത്യമുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചു. തളർവാദ രോഗിയുടെ സൗഖ്യത്തിൽ രോഗിയെ ക്രിസ്തുവിലെത്തിച്ച ആ 4 പേർ സഭയുടെ പ്രതീകമായി, ഒപ്പം ക്രിസ്തുവിന് പാപം മോചിക്കുവാൻ അധികാരമുണ്ടെന്ന് പഠിപ്പിച്ച് നമ്മൾ തളർവാദം സുഖപ്പെടുത്തുന്നവരാകുവാൻ ഓർമ്മിപ്പിച്ചു. കാനാൻകാരിയിലൂടെ ബോധ്യത്തോടെയുള്ള ക്രിസ്തീയ ജീവിതം കരസ്ഥമാക്കണമെന്നൊരു ഓർമ്മപ്പെടുത്തലായി. ഇന്ന് സിനഗോഗിൽ ഉണ്ടായിരുന്നവരിൽ നിന്നും കൂനിയെ തിരഞ്ഞെടുത്ത് അവൾക്ക് സൗഖ്യം നൽകിയതിലൂടെ ചുറ്റും കൂടി നിന്ന അധികാരികളെയും പ്രതിയോഗികളെയും സാത്താനുണ്ടെന്നും പൈശാചിക ശക്തിയുടെ ആധിപത്യം മനുഷ്യ ജീവിതത്തിൽ കൂനുണ്ടാക്കും, തകർച്ചയുണ്ടാക്കും എന്ന സത്യം പഠിപ്പിക്കുന്നതിലൂടെ സാത്താൻ്റെ ആധിപത്യം ഇന്ന് വചനം കേൾക്കുന്ന നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും, സൂക്ഷിക്കുക എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇന്നത്തെ സുവിശേഷം. വിശുദ്ധ ലൂക്കോസ് 13:10-17 വരെ. ക്രിസ്തുവിന് മാത്രമേ പൈശാചിക ശക്തികൾക്ക് മേൽ യഥാർത്ഥ അധികാരമുള്ളൂ എന്ന് ബോധ്യപ്പെടുത്തുകയാണ് 18 വർഷം എന്ന് സ്പഷ്ടമായി ലൂക്കാ സുവിശേഷകൻ എഴുതുന്നതിലൂടെ. സിനഗോഗ് ദൈവാലയം പോലെ തന്നെയല്ലേ? ഈ സ്ത്രീ സിനഗോഗിൽ വചനം ശ്രവിക്കുവാൻ വരുന്നവളായിരുന്നു എന്ന സാരം ക്രിസ്തു അവളെ കണ്ടപ്പോൾ എന്ന വചനം എഴുതി വച്ചിരിക്കുന്നു. 1-ാമത്തെ ധ്യാനം. ദൈവാലയത്തിൽ വരുന്നു, കുർബാന സ്വീകരിക്കുന്നു എന്നതുകൊണ്ട് പൈശാചിക ശക്തികൾ വ്യക്തിപരമായും കുടുംബങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകില്ല എന്നും, ക്രിസ്തുവിൻ്റെ നോട്ടം നമ്മുടെ മേൽ വീഴുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊരു വായന ഇതിലുണ്ട്. ക്രിസ്തുവിൻ്റെ നോട്ടം നമ്മിലെത്താൻ സഭ നമ്മെ സഹായിക്കും. ഇവിടെയാണ് സഭ അനുശാസിക്കുന്ന നോമ്പ് ഉപവാസത്തിൻ്റെ ആഴം നാം മനസ്സിലാക്കുക. ഒരുക്കത്തോടെയുള്ള കുമ്പസാരം, കൂദാശ സ്വീകരണം ക്രിസ്തുവിൻ്റെ നോട്ടം നമ്മിലേക്ക് എത്തിക്കും. എന്താണ് സാത്താൻ? എളുപ്പത്തിൽ പറഞ്ഞാൽ നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത് പ്രകാശമുണ്ടെങ്കിൽ ഇരുട്ടുണ്ട്, നന്മ ഉണ്ടെങ്കിൽ തിന്മയുണ്ട്, സ്വർഗമുണ്ടെങ്കിൽ നരകമുണ്ട്, ദൈവമുണ്ടെങ്കിൽ സാത്താനുണ്ട്. അതാണോ ശരി? പ്രകാശമില്ലെങ്കിൽ വരുന്നതല്ലേ ഇരുട്ട്? നന്മയുടെ അഭാവത്തിൽ സംഭവിക്കുന്നതല്ലേ തിന്മ? ദൈവത്തിൻ്റെ അഭാവത്തിൽ വരുന്നതല്ലേ സാത്താൻ? ദൈവവും സാത്താനും തമ്മിൽ ശത്രുക്കളാണെന്നും അവർ യുദ്ധത്തിലാണെന്നും ചിന്തിച്ചിരുന്ന സൺഡേ സ്കൂൾ പഠനകാലം ഉണ്ടായിരുന്നു. ഒരു കത്തോലിക്ക വിശ്വാസി സാത്താനുണ്ട് എന്ന് വിശ്വസിച്ചേ മതിയാകൂ. കാരണം കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് അത് നമ്മളെ പഠിപ്പിക്കുന്നു. വീഴ്ച സംഭവിച്ച മാലാഖമാരാണ് പിന്നീട് സാത്താനും മറ്റു പിശാചുക്കളുമായി രൂപം പ്രാപിച്ചതെന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. തോമസ് അക്വീനാസ് അദ്ദേഹം തൻ്റെ സുമ്മാ തിയോളജിക്ക എന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ വിശദീകരിക്കുന്നു: ദുഷ്ടാത്മാക്കൾക്ക് ബുദ്ധിയും ഇച്ഛയുമുണ്ട്, പക്ഷേ അവ ദൈവത്തിനെതിരെ ഉപയോഗിക്കുന്നു. അവർ മനുഷ്യരെ പ്രലോഭിപ്പിക്കാം, പക്ഷേ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയില്ല. ദൈവത്തിൻ്റെ അനുമതിയില്ലാതെ അവർക്ക് മനുഷ്യരെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. ചിലപ്പോൾ ദുഷ്ടാത്മാവ് മനുഷ്യൻ്റെ ശരീരത്തെ ബാധിക്കാം, എന്നാൽ ആത്മാവിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. കാരണം ആത്മാവ് ദൈവത്തോട് ബന്ധപ്പെട്ടതാണ്. ആത്മാവ് ശക്തിയുക്തമെങ്കിൽ പിശാചിന് നമ്മിൽ പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് സഭ
നമ്മെ പഠിപ്പിക്കുന്നു. 91-ാം സങ്കീർത്തനം നൽകുന്ന സംരക്ഷണത്തെപ്പറ്റി നമുക്ക് ബോധ്യമുണ്ട്. യാക്കോബിന് ആഭിചാരമേൽക്കുകയില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയുമില്ല. സംഖ്യാപുസ്തകം 23:23. അതിനാലാണ് ഈ നോമ്പുകാലത്ത് ഈ വചനം നമുക്ക് നൽകപ്പെട്ടത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ. വരുവിൻ കൃപകൾ പൊഴിയും കുരിശിൻ അരികിൽ, വരുവിൻ കൃപകൾ പൊഴിയും കുരിശിൻ അരികിൽ.